ഞാൻ വീണ്ടും ഒരു അഗ്രഹാരത്തിലെത്തി നിൽക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള അഗ്രഹാരം തന്നെയാണ്. കാര്യം ഇത് ആനവാൽ തെരുവ്. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും അടുക്കി വീടുകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഏരിയയിലാണ് ശരിക്കും ഭക്ഷണത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യാലിറ്റീസ് പലതും ഇവിടെ കിട്ടും. ട്രിവാൻഡ്രം സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഒരു മിക്സ്ചറാണല്ലോ. ചെറിയൊരു ബ്രാഹ്മിൻ ഇൻഫ്ലുവൻസ് ഉള്ള, തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ള മലയാളി ഭക്ഷണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ, മെസ്സുകൾ ഒക്കെ ഉണ്ട്. പലതും ഇങ്ങനെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ വീടുകൾ തന്നെയാണ് കടകൾ. ദോശമാവ് വിൽക്കുന്ന സ്ഥലമുണ്ട്, ഇഡ്ഡലി മാവ് വിൽക്കുന്ന സ്ഥലമുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടോ, സേവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സേവ കിട്ടും, പിന്നെ വടകൾ കിട്ടും, ഇതെല്ലാം കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് കയറാൻ പോണത്. ഇവിടുത്തെ രണ്ട് എക്സ്പേർട്സ് ഉണ്ട്, മിസ്സസ് മംഗള ആൻഡ് മിസ്റ്റർ രാമകൃഷ്ണൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടീമാണ്. ഇതൊരു വീടാണ്. വീടിനകത്ത് തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കാരാവടയും സേവ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾക്ക് വേണ്ടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ 1 കിലോയിലാണ് ചെയ്യാൻ പോകുന്നത്, 1 കിലോ. അപ്പോൾ ഡൊപ്പിയരി തരിതരിപ്പായിട്ട് അരച്ചെടുത്തു. 40 മിനിറ്റ് വെള്ളത്തിൽ കൊടുത്ത് അരച്ചെടുത്ത് 1 കിലോ ഡൊപ്പിയരി. കണ്ടല്ലോ, നല്ല കട്ടിക്കാണ് അരയ്ക്കേണ്ടത് അല്ലേ. ഇനി ഇതിലേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർക്കും, ദോശമാവ്, പുളിച്ച ദോശമാവ്. അത് എത്ര ചേർക്കും ഈ 1 കിലോയ്ക്ക്? 2 ഉണ്ട സ്പൂണിൽ. ഓക്കെ, 1 കപ്പെന്ന് പറയാൻ വേണമെങ്കിൽ അരച്ച ദോശമാവ്, പുളിച്ച ദോശമാവ്. അപ്പോൾ കണ്ടല്ലോ, ഇത് ദോശമാവ്. അതിൻ്റെ കൂടെ ഇനി കുറച്ച് കടലപ്പരിപ്പ് കുതിർത്തത്, അതൊരു 1/4 കപ്പ് ചേർക്കും. ഇനി ഉപ്പ്, അതിൻ്റെ കൂടെ മുളക് പൊടി ചേർക്കാൻ പോകും. മുളക് പൊടി 3 ടീസ്പൂൺ ചേർത്തു. ദോശമാവ് ഏതാണ്ട് ഒരു 1/4 കപ്പോളം ചേർത്തു. ഇനി കുറച്ച് കായപ്പൊടി, 2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നു. കായപ്പൊടിയും തരിതരിപ്പായിട്ട് പൊടിച്ച കായമാണ്. ഓക്കെ, അത് ചേർത്തു. പച്ചമുളക് 25 ഗ്രാം ചെറുതായി വരുന്നത്, 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. ഇഞ്ചി അരിഞ്ഞത്, ഇനി കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചത്. എല്ലാ കാര്യങ്ങളും ചേർക്കാം. ഈ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. നല്ല നെഗടി ആണ് മിക്സ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മാവിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് സ്പെഷ്യലാണ്. കാരാവട കണ്ടു പഠിച്ചോളൂ. കാര്യം കാരാവട എല്ലാ ഭാഗത്തും കിട്ടുന്ന കാര്യമല്ല. നമ്മൾ പലതരം വട കണ്ടിട്ടുണ്ടല്ലേ, ഉഴുന്ന് വട, പരിപ്പ് വട, ഉള്ളി വട. കാരാവട ട്രിവാൻഡ്രം സ്പെഷ്യൽ. അപ്പോൾ എണ്ണയുടെ പാകം നോക്കി നിൽക്കുവാണ്. ഒരുപാട് ചൂടാകാൻ പാടില്ല, അല്ലെ ഒരു മോഡറേറ്റ് ഹീറ്റ് ആയിരിക്കണം. നല്ല തിളച്ചിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകും, നല്ലതായിട്ട് മൂത്ത് പോവും, അകം വേകില്ല. ഇതൊരു ബാദുഷയൊക്കെ ചെയ്യുന്ന പോലെയാണ്. ആ ബാദുഷ എന്ന് പറഞ്ഞ സ്വീറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് ഹീറ്റാണ് ഈ എണ്ണയുടെ ചൂട്. ഇതിപ്പോൾ അതുപോലെയാണ്. കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് കട്ടിയിലാണ് ഇത് മാവ് മിക്സ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ലൂസല്ല. കൈ കൊണ്ടിങ്ങനെ ഉരുട്ടി അങ്ങ് ഇടുകയാണ്. ഇനി അതിൽ കിടന്ന് ആ എണ്ണയിൽ കിടന്ന് വേകണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല മുരുമുര എന്നുള്ള രീതിയിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഷേപ്പ് കണ്ടല്ലോ, ഉണ്ട ഷേപ്പാണ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാരാവടയാണ്. അപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടി പോകാൻ പാടില്ല, വളരെ കറക്റ്റായിരിക്കണം, മാവ് ടൈറ്റായിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ വെള്ളം കുറച്ച് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്യുക, അത് കറക്റ്റായിട്ട് ടൈറ്റാക്കി എടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് നന്നായിട്ട് പൊള്ളി വരണം എന്നുണ്ടെങ്കിൽ ഒരല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്താലും തെറ്റില്ല, ഒരു നുള്ള്. പിന്നെ ഈ മാവിൻ്റെ ഈ അരിയുടെ കൂടെ ചേർക്കുന്ന മാവ് എന്ന് പറയുന്നത് നമ്മൾ പുളിച്ച ദോശമാവ് ചേർത്തല്ലോ. അപ്പോൾ 1 കിലോ അരിക്ക് ഏതാണ്ട് ഒരു 2 കപ്പ് വരെ വേണമെങ്കിലും ചേർക്കാം. 1 കപ്പ് എന്നുള്ള 1.5 2 ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉടനെ ചുട്ടെടുക്കുക. നല്ല ഷേപ്പായിട്ട് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാരാവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. എന്താ കാര്യം, ഇദ്ദേഹത്തിനൊക്കെ ഇത് എക്സ്പീരിയൻസ് ആണ്. എത്ര നാളായിട്ട് ഉണ്ടാക്കുന്നു, ഡെയിലി അല്ലേ, ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ സെയിലിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പെർഫെക്ഷൻ കൂടും. ഇപ്പം നമ്മളെല്ലാം വീട്ടിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. അത് കഴിയുമ്പോൾ നല്ല നല്ല മുരുമുരുപ്പാണ് ശരിക്കും, നല്ലതായിട്ട് രാഗത്തോട്ടും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഉഴുന്നുവടയാണെന്ന് വെച്ചാൽ അല്ല, പിന്നെ പരിപ്പുവടയാണെന്ന് വെച്ചാൽ അല്ല. ഇതൊന്നും അല്ലാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ സ്വാദ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് സ്വാദ് കിട്ടും. കാര്യം കടലപ്പരിപ്പുണ്ട്, ഇഡ്ഡലി മാവ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ദോശമാവിൻ്റെ ആ ഉഴുന്നുണ്ട്, പിന്നെ അരി, എല്ലാം കൂടെ. അരിക്കാണ് കൂടുതൽ പ്രാധാന്യം. ചട്നി കൂട്ടി കഴിക്കണം, നല്ല വെള്ള ചമ്മന്തി, അതാണ് കോമ്പിനേഷൻ. കണ്ടില്ലേ, അതെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല മുരുമുരാന്നാണ് അതിൻ്റെ ഔട്ടർ കവറിങ് ഇരിക്കുന്നത്. അങ്ങനെ കാരാവടയുടെ സീക്രറ്റ്സ് എല്ലാം പറഞ്ഞു തന്നെ രാമേശ്വര സ്വാമിയും ഭാര്യയായ മംഗളമ്മയ്ക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
വളരെ നല്ല സ്വാദുള്ള ചൂടുള്ള കാരം അവിടെ കഴിച്ചിറങ്ങുമ്പോൾ ഇവിടെ പൂജാമുറി കയറി വരുന്ന സ്ഥലത്ത് തന്നെ കാണുന്നുണ്ട്. അവിടെ ഒരു അമ്മയുടെ പടവും ദൈവത്തിനോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. സമീയുടെ അമ്മയുടെ പേരിലാണ്, അമ്മയാണ് തുടങ്ങി വെച്ചത് അല്ലേ ഈ ബിസിനസ്. അപ്പോൾ ആ അമ്മയെ പൂജിച്ച്, അപ്പോൾ എപ്പോഴും നമുക്ക് ഗുരുത്വം വളരെ നല്ലതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഗുരുത്വം വേണം. അപ്പോൾ പേരൻസ് ദൈവത്തിനെക്കാട്ടിലും മുകളിലാണ് നമുക്ക് മാതാപിതാക്കൾ. ആ ഒരു ഓർഡർ അങ്ങനെയാണല്ലോ, മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആ വിജയവും അതുതന്നെയാണ്. നമ്മൾ തമ്മിൽ ഇനി നാളെ വീണ്ടും കാണും. അതുവരെ